മലയാളികളുടെ നാടാണ് കേരളം എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും ഏതെങ്കിലും ഒരു ഭാഷയുടെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഈ പറയുന്ന സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപപ്പെട്ടത് എന്നുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യ ഫേസ് ചെയ്തിട്ടുള്ള പലതരം വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം എന്നുള്ളത്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ ഒരു രാജ്യമാണ്. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, വിവിധ സംസ്കാരങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രാജ്യത്തിനകത്ത് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ അവരുടെ ഭാഗത്ത് എന്തുണ്ടാവുന്നു, ദെയർ ഓൺ സെപ്പറേറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ദെയർ ഓൺ ലാംഗ്വേജിൻ്റെ ബേസിൽ സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം എന്നൊരു ഡിമാൻഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ വളരെ വലിയ സ്പ്ലിറ്റ് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റുന്നത്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഏറ്റവും പഴക്കം ചെന്ന പാർട്ടി, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനങ്ങൾക്ക് നൽകിയിരുന്ന ഒരു വാഗ്ദാനമായിരുന്നു, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ രൂപീകരിക്കാൻ പോകുന്നത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളാണ് എന്നുള്ളത്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം അത് എന്ത് ചെയ്യുന്നില്ല, പ്രാബല്യത്തിൽ വരുന്നില്ല എന്ന് കാണുന്നതോടുകൂടി കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്രമന്ത്രിമാരൊന്നും അതിനു വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്ന് കാണുന്നതോടുകൂടി പ്രാദേശിക തലത്തിൽ ഈ ഒരു ആവശ്യവുമായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് വിശാലാന്ധ്ര പ്രസ്ഥാനത്തിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിശാലാന്ധ്ര പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതായത് തെലുങ്ക് സ്പീക്കേഴ്സിന് സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം എന്ന ഡിമാൻഡ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്ന ഒരു ആവശ്യം മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ് മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 56 ദിവസം നിരാഹാര സമരത്തിൻ്റെ ഭാഗമായിട്ട് പോറ്റി ശ്രീരാമുലു എന്ന് പറയുന്ന ഗാന്ധിയനായിട്ടുള്ള നേതാവ് മരണമടയുകയും അതിനെ തുടർന്ന് പ്രക്ഷോഭങ്ങൾ കുറച്ചുകൂടി രൂക്ഷമാവുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഈ ഒരു സമരത്തെ അടിച്ചമർത്തുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഇത് ഓൾറെഡി നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനും, അതുപോലെ തന്നെ ഈ ഭാഷകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ടോ, അങ്ങനെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്തിയാണ് ഇന്ത്യയിൽ രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഇതിനു മുമ്പായി തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം നിലവിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഫസൽ അലി ചെയർമാൻ ആയിട്ടുള്ള ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ HN കുൻസ്രു, KM പണിക്കർ പോലെയുള്ള മെമ്പേഴ്സ് ഉണ്ടാവുന്നു. ഇവരുടെ പഠനത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം 1956 നമ്മുടെ ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഭാഷകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രക്രിയ നമുക്ക് കാണാൻ പറ്റും, കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നമുക്ക് കാണാൻ പറ്റൂടാ. അതിനുശേഷം ഇന്ത്യയിൽ 2000-ലും 2014-ലൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സംസ്ഥാനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വിശാലാന്ധ്ര പ്രസ്ഥാനമായിരുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ 1956 രൂപീകരിക്കപ്പെട്ടതിൽ വെച്ച് ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളം കൂടിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ഓരോ ടോപ്പിക്കുകളും വളരെ ഷോർട്ടായിട്ടും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടും പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ വീണ്ടും വരുടെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.